സഭയെ ഉയർത്തുക ശിരസേ, മണവാളൻ വരവേറ്റമടുത്തുപോയൊരുങ്ങിടുക. ഉണരുക സഭയെ ഉയർത്തുക ശിരസേ, മണവാളൻ വരവേറ്റമടുത്തുപോയൊരുങ്ങിടുക. തളരാതെ വാനവിരവിൽ നാം ചിറകടിച്ചുയർന്നിടുവാൻ. ആത്മപുതുബലം ധരിച്ചിടുക, ആത്മപുതുബലം ധരിച്ചിടുക. ഉണരുക സഭയെ ഉയർത്തുക ശിരസേ, മണവാളൻ വരവേറ്റമടുത്തുപോയൊരുങ്ങിടുക. ഉണരുക സഭയെ ഉയർത്തുക ശിരസേ, മണവാളൻ വരവേറ്റമടുത്തുപോയൊരുങ്ങിടുക. മരുഭൂവിൽ നിന്നും പ്രിയനെ ചാരി മോഹനരൂപിയായി വരുന്നതമിവളാരോ. മരുഭൂവിൽ നിന്നും പ്രിയനെ ചാരി മോഹനരൂപിയായി വരുന്നതമിവളാരോ. പാതയിലെ കഷ്ടം സഹിച്ച തന്റെ പരിശുദ്ധ മണവാട്ടിയാ, പാതയിലെ കഷ്ടം സഹിച്ച തന്റെ പരിശുദ്ധ മണവാട്ടിയാ. സത്യസഭയിലെന്നറിഞ്ഞിടുക, സത്യസഭയിലെന്നറിഞ്ഞിടുക. ഉണരുക സഭയെ ഉയർത്തുക ശിരസേ, മണവാളൻ വരവേറ്റമടുത്തുപോയൊരുങ്ങിടുക. ഉണരുക സഭയെ ഉയർത്തുക ശിരസേ, മണവാളൻ വരവേറ്റമടുത്തുപോയൊരുങ്ങിടുക. മറന്നിടുമേ ഞാൻ, മറന്നിടുമേ എന്റെ മഞ്ഞിലെ കഷ്ടങ്ങളകിലവും ഒരു ദിനത്തിൽ. മറന്നിടുമേ ഞാൻ, മറന്നിടുമേ എന്റെ മഞ്ഞിലെ കഷ്ടങ്ങളകിലവും ഒരു ദിനത്തിൽ. കണ്ണുനീർ തുടച്ചിടുമേ, പ്രിയൻ പ്രതിഫലം നൽകിടുമേ. കണ്ണുനീർ തുടച്ചിടുമേ, പ്രിയൻ പ്രതിഫലം നൽകിടുമേ. ഞാൻ യുഗയുഗം വാണിടുമേ, ഞാൻ യുഗയുഗം വാണിടുമേ. ഉണരുക സഭയെ ഉയർത്തുക ശിരസേ, മണവാളൻ വരവേറ്റമടുത്തുപോയൊരുങ്ങിടുക. ഉണരുക സഭയെ ഉയർത്തുക ശിരസേ, മണവാളൻ വരവേറ്റമടുത്തുപോയൊരുങ്ങിടുക. മരങ്ങളാൽ നിറഞ്ഞും ഫലങ്ങളാൽ വളർന്നും അരുമമണവാളൻ വരവിങ്കൽ ഗമിച്ചിടുവാൻ. മരങ്ങളാൽ നിറഞ്ഞും ഫലങ്ങളാൽ വളർന്നും അരുമമണവാളൻ വരവിങ്കൽ ഗമിച്ചിടുവാൻ. ഒരുക്കങ്ങൾ തികച്ചിടുക, നിന്റെ ദീപങ്ങൾ തെളിച്ചിടുക. ഒരുക്കങ്ങൾ തികച്ചിടുക, നിന്റെ ദീപങ്ങൾ തെളിച്ചിടുക. എണ്ണ പാത്രങ്ങൾ നിറച്ചിടുക, എണ്ണ പാത്രങ്ങൾ നിറച്ചിടുക. ഉണരുക സഭയെ ഉയർത്തുക ശിരസേ, മണവാളൻ വരവേറ്റമടുത്തുപോയൊരുങ്ങിടുക. ഉണരുക സഭയെ ഉയർത്തുക ശിരസേ, മണവാളൻ വരവേറ്റമടുത്തുപോയൊരുങ്ങിടുക. രാത്രി കഴിവാറായി പകരറ്റമടുത്തു, മാത്രനേരത്തിനുള്ളിൽ കൽവനം എഴുന്നള്ളാറാ. രാത്രി കഴിവാറായി പകരറ്റമടുത്തു, മാത്രനേരത്തിനുള്ളിൽ കൽവനം എഴുന്നള്ളാറാ. ഉറങ്ങുകയോ സിയോൻ യാത്രയിൽ മയങ്ങുകയോ, വീരരെ ഉറങ്ങുകയോ
ശിരസേ മണവാളൻ വരവേറ്റം അടുത്തു പോയൊരുങ്ങിടുക. ഉണരുക സഭയെ ഉയർത്തുക ശിരസേ മണവാളൻ വരവേറ്റം അടുത്തു പോയൊരുങ്ങിടുക. ഉണരുക സഭയെ ഉയർത്തുക ശിരസേ മണവാളൻ വരവേറ്റം അടുത്തു പോയൊരുങ്ങിടുക. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ജീവവചന ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. വെന്തു പോകാത്ത പണി എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. പ്രാർത്ഥനയോടെ ഇന്നത്തെ ദൈവശബ്ദം കേട്ട് ബലപ്പെടുവാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇടയായി തീരട്ടെ എന്നാഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കുടപ്പിറപ്പുകളെ, ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തികൾ എന്ന നിലയിൽ സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ പ്രവൃത്തി ചെയ്യുന്ന ഏതൊരുവനും ദൈവം നിശ്ചയിച്ച പ്രതിഫലങ്ങൾ ലഭിക്കും എന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. പ്രതിഫലം ലഭിക്കണമെങ്കിൽ അവൻ ചെയ്ത പ്രവൃത്തി, അവൻ ചെയ്ത ശുശ്രൂഷ നിലനിൽക്കുന്നതായിരിക്കണം. അർത്ഥാൽ അവൻ പണിത പ്രവൃത്തി നശിക്കാത്തതായിരിക്കണമെന്ന്. പൗലോസ് ഇവിടെ ദൈവരാജ്യത്തിൻ്റെ വിശാലതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ കുറിച്ചും അവർ എങ്ങനെയാണ് പ്രതിഫലത്തിന് യോഗ്യതയുള്ളവരാകുന്നതെന്നും വെളിപ്പെടുത്തി കാണിക്കുകയാണ്. ദൈവരാജ്യത്തെ ഒരു കെട്ടിടത്തിൻ്റെ നിർമ്മിതിയോടുള്ള ബന്ധത്തിൽ ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നു. ദൈവവേലയുടെ ഭാഗമായിരിക്കുന്ന ദൈവമക്കൾ തങ്ങളുടെ പണി എങ്ങനെയുള്ളതെന്ന് തിരിച്ചറിയുവീൻ എന്ന ഒരു ശക്തമായ മുന്നറിയിപ്പ് പൗലോസ് വിശ്വാസ സമൂഹത്തിന് നൽകുകയാണ്. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. ഒരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തനും നോക്കിക്കൊള്ളട്ടെ എന്ന് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നു. പ്രവർത്തിക്കുന്നുവെങ്കിൽ കർത്താവിനായി പ്രവർത്തിക്കണമെന്നും ഒരുത്തൻ്റെ സ്വന്തം താല്പര്യത്തിനല്ല കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പണിയണമെന്നും അത് നിലനിൽക്കുന്ന പണിയായിരിക്കണമെന്നും അവനവൻ്റെ പണി എങ്ങനെയുള്ളതെന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളണമെന്നും ശക്തമായൊരു മുന്നറിയിപ്പാണ് പൗലോസ് അപ്പോസ്തലൻ നൽകിത്തരുന്നത്. കാരണം വിശ്വാസിയുടെ പ്രവൃത്തികൾ ന്യായം വിധിക്കപ്പെടുമെന്നുള്ള ഒരു സന്ദേശമാണ് താൻ നൽകുന്നത്. ഓരോ വിശ്വാസിയും അവൻ്റെ പ്രവൃത്തികൾക്കും അവന് ലഭിച്ചതായ താലന്തുകൾക്കും അവസരങ്ങൾക്കും ശുശ്രൂഷകൾക്കും കണക്ക് ബോധിപ്പിക്കേണ്ടതുണ്ട്. ദൈവം ഒരുവനെ വിളിച്ചിരിക്കുന്നത് അവനിൽ നിന്ന് വിശ്വാസത്തിൻ്റെ നല്ല പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. പ്രിയരെ, ദൈവസഭയെ ദൈവഗൃഹത്തിൻ്റെ പണിയോട് ചിത്രീകരിച്ച് പറഞ്ഞിരിക്കുന്നത് ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളുടെയും പ്രവൃത്തിയുടെയും പ്രാധാന്യം വർദ്ധിച്ചതാണ് എന്ന് വെളിപ്പെടുത്തുവാനാണ്. പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എങ്ങനെ പണിയുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. യജമാനൻ്റെ ഇഷ്ടം അറിഞ്ഞ് അവൻ്റെ നിർദ്ദേശം അനുസരിച്ച് പണിയണം. അപ്രകാരമുള്ള പണി അവനവൻ ശോധന ചെയ്യും. ആ പണിയിൽ വ്യക്തി താല്പര്യങ്ങൾക്ക് സ്ഥാനമില്ല. ദൈവഗൃഹമാകുന്ന സഭയുടെ പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾ എപ്രകാരമുള്ള പണിക്കാർ എന്നത് നാം തിരിച്ചറിയും. 3 വിധ പണിക്കാരാണ് ഇന്ന് ദൈവഗൃഹ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഒന്നാമത്തെ കൂട്ടർ ബുദ്ധിയുള്ള പണിക്കാരാണ്. ബുദ്ധിയുള്ളവർ എന്ന് ഇവരെ വിളിക്കുവാൻ കാരണമുണ്ട്. നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വസ്തുവകകളുടെ പ്രത്യേകതയാണത്. നശിച്ചു പോകാത്തതും നിലനിൽക്കുന്നതുമായ വസ്തുക്കൾ കൊണ്ടാണ് അവർ നിർമ്മിതി നടത്തുന്നത്. തന്നെയുമല്ല, തീ കൊണ്ടുള്ള ശോധനയിൽ അവരുടെ പണിക്ക് കൂടുതൽ ശോഭയേറുന്നു, ഉറപ്പുണ്ടാകുന്നു. അവരുപയോഗിച്ച വസ്തുക്കൾ പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് എന്നിവയാണ്. ഇവ കൊണ്ട് പണിത വേലക്കാരുടെ പ്രവർത്തനങ്ങൾ ദൈവനാമ മഹത്വത്തിനും പുകഴ്ചയ്ക്കും
കാരണമായി തീരും. പൊന്നും വെള്ളിയും രത്നങ്ങളും വിലപിടിപ്പുള്ളതാകിയാൽ അത് ധാരാളം ലഭിക്കുക സാധ്യമല്ല. നല്ല ഉപദേശത്തിൽ, നല്ല ചിട്ടയിൽ, ഏറെ ശ്രമകരമായി കഠിനമായി അധ്വാനിച്ച് പണിയുന്ന പണി രൂപപ്പെട്ടു വരാൻ ഏറിയ സമയമെടുക്കും. വലിപ്പത്തേക്കാൾ, എണ്ണത്തേക്കാൾ ഗുണനിലവാരം ശ്രദ്ധിക്കുന്ന പണിക്കാർ അവർ നിലനിൽക്കുന്ന പണി ചെയ്യുന്നവരാണ്. അവർ വചനം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും പ്രാർത്ഥിക്കുകയും ആത്മാവിൻ്റെ നടത്തിപ്പിൽ ആശ്രയിക്കുകയും ചെയ്യുന്നതിനാൽ കൂടെ നിൽക്കാൻ, പ്രോത്സാഹിപ്പിക്കാനൊന്നും ധാരാളം പേർ കാണുകയില്ല. അവരുടെ പണി വെന്തുപോകുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമാക്കുന്നു. അടുത്ത പണിക്കാർ ലോകപ്രകാരം പണിയുന്നവരാണ്. മരം, പുല്ല്, വൈക്കോൽ എന്നിവ ഉപയോഗിച്ച് പണിയുന്നു. ഇവരെ ഉപയോഗിക്കുന്ന നിർമ്മാണ വസ്തുക്കൾ വില കുറഞ്ഞതും ബലമില്ലാത്തതും എന്നാൽ ധാരാളമായി ലഭിക്കുന്നതും കാണാൻ ഭംഗിയുള്ളതുമൊക്കെയും ആയിരിക്കും. പണിതു വരുമ്പോൾ വലിയ വലിപ്പവുമായിരിക്കും, വളരെ മനോഹരമായിരിക്കും. കാഴ്ചക്കാർ ഏറെ പ്രശംസിക്കുവാൻ ഇടയാകും. ഇക്കൂട്ടർ ലോകപ്രകാരവും തങ്ങൾക്ക് ബോധിച്ച അന്യ ഉപദേശപ്രകാരവും കാഴ്ചപ്രകാരവും പണിയുകയും ലോകത്തിൻ്റെ മഹത്വവും അന്യരുടെ പ്രശംസയും പുകഴ്ചയും അന്വേഷിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവരുമാണ്. ഇവരുടെ വേല തീയിൽ ശോധന ചെയ്യുമ്പോൾ വെന്തുരുകിപ്പോകും എന്ന് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നു. ജനത്തെ വചനം പഠിപ്പിക്കുകയോ ഉപദേശം പറഞ്ഞു കൊടുക്കുകയോ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയോ ചെയ്യുന്നില്ല. നിലനിൽക്കാത്ത പണിയിൽ അവർ സന്തോഷിക്കുന്നു. അടുത്ത ഒരു കൂട്ടരെ കുറിച്ചും ദൈവവചനം പഠിപ്പിക്കുന്നു. അടുത്തൊരു കൂട്ടർ നശിപ്പിക്കുന്നവരാണ്. ഇവർ പണിയുന്നില്ല, പണിക്കുള്ള അവസരങ്ങളെ നശിപ്പിക്കുന്നവരും വേലയെ ഇല്ലാതാക്കുന്നവരുമാണ്. ദൈവവിളിയില്ലാത്തവരെങ്കിലും ഉണ്ടെന്ന് അഭിമാനിക്കുകയും സാക്ഷ്യം നഷ്ടപ്പെടുത്തിയവരുമാണ്. വിളിയുള്ളവരുടെ വേലയ്ക്കിറങ്ങിയവരെ നിരുത്സാഹപ്പെടുത്തുകയും അവരുടെ വേലയ്ക്ക് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് പകരം ദൈവനാമത്തിന് അപമാനം വരുത്തുകയും ചെയ്യുന്ന ഇക്കൂട്ടം. ദൈവത്തിന്റെ വചനം പറയുന്നു, ആ ദിവസം അതിനെ തെളിവാക്കും, അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. കൂടപ്പിറപ്പുകളെ, നാം ഓരോരുത്തരും ദൈവിക പ്രവർത്തനങ്ങളിൽ പങ്കാളികളാണ്. ആരും ഒഴിവുള്ളവരല്ല. നാം ഇതിൽ ഏത് കൂട്ടത്തിൽ പെടും എന്ന് ശോധന ചെയ്ത് നമ്മുടെ ജീവിത നിലവാരത്തെ, ആത്മീയ പ്രവർത്തനങ്ങളെ ദൈവത്തിന് പ്രസാദകരമാകും വണ്ണം ചെയ്യുവാൻ ദൈവസന്നിധിയിൽ ആത്മാവിനാൽ നടത്തിപ്പിനാൽ മുന്നേറുവാൻ താല്പര്യപ്പെടുക. നിലനിൽക്കുന്ന, പ്രതിഫലം ലഭിക്കുന്ന, ദൈവനാമ മഹത്വത്തിന് ഉതകുന്ന പണിക്കാരായി തീർന്ന് ദൈവവേലയിൽ എരിവോടെ ഉത്സാഹമുള്ളവരായി പ്രവർത്തിക്കാം. ഇന്ന് പകലിലും അപ്രകാരം നമ്മുടെ കാൽച്ചുവടുകളെ മുൻപോട്ട് വെക്കാം. പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ കർത്താവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ തിരുവചനം കേട്ട് ബലപ്പെടാൻ ഞങ്ങൾക്ക് ഒരു ദിവസം കൂടെ, ഒരു അവസരം കൂടെ ദാനം തന്ന വൻകൃപയ്ക്കായി സ്തോത്രം. വചനം കേട്ട ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ, അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരിക്കലും നശിക്കാത്ത നിലനിൽക്കുന്ന പണി ചെയ്യാൻ, പ്രതിഫലം കിട്ടുന്ന പണി ചെയ്യാൻ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കണമേ. അന്യോപദേശങ്ങൾക്ക് പുറകെ പോകുവാൻ ഒരിക്കലും ആർക്കും ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന, കർത്താവിന് മഹത്വം ഉളവാക്കുന്ന ശുശ്രൂഷകൾ, പ്രവൃത്തികൾ ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി ചെയ്യുവാൻ എല്ലാവരെയും അഭിഷേകത്തിൻ്റെ ശക്തിയാൽ നിറച്ചുപയോഗിക്കണം. പ്രാർത്ഥന കേൾക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്നു. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, വഴി നടത്തട്ടെ.
നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. ഞാൻ മറന്നിടുമേ എന്റെ മുന്നിലെ കഷ്ടങ്ങളാകിലും ഒരു ദിനത്തിൽ കണ്ണുനീർ തുടച്ചിടുമേ, പ്രിയൻ പ്രതിഫലം നൽകിടുമേ. കണ്ണുനീർ തുടച്ചിടുമേ, പ്രിയൻ പ്രതിഫലം നൽകിടുമേ. ഞാൻ യുഗയുഗം വാണിടുമേ, ഞാൻ യുഗയുഗം വാണിടുമേ. ഉണരുക സഭയെ, ഉയർത്തുക ശിരസേ, മണവാളൻ വരവേറ്റമടുത്തുപോയൊരുങ്ങിടുക. ഉണരുക സഭയെ, ഉയർത്തുക ശിരസേ, മണവാളൻ വരവേറ്റമടുത്തുപോയൊരുങ്ങിടുക. മരങ്ങളാൽ നിറഞ്ഞും ഫലങ്ങളാൽ വളർന്നും അരുമമണവാളൻ വരവിങ്കൽ ഗമിച്ചിടുവാൻ. മരങ്ങളാൽ നിറഞ്ഞും ഫലങ്ങളാൽ വളർന്നും അരുമമണവാളൻ വരവിങ്കൽ ഗമിച്ചിടുവാൻ. ഒരുക്കങ്ങൾ തികച്ചിടുക, നിന്റെ ദീപങ്ങൾ തെളിച്ചിടുക. ഒരുക്കങ്ങൾ തികച്ചിടുക, നിന്റെ ദീപങ്ങൾ തെളിച്ചിടുക. എണ്ണ പാത്രങ്ങൾ നിറച്ചിടുക, എണ്ണ പാത്രങ്ങൾ നിറച്ചിടുക. ഉണരുക സഭയെ, ഉയർത്തുക ശിരസേ, മണവാളൻ വരവേറ്റമടുത്തുപോയൊരുങ്ങിടുക. ഉണരുക സഭയെ, ഉയർത്തുക ശിരസേ, മണവാളൻ വരവേറ്റമടുത്തുപോയൊരുങ്ങിടുക. രാത്രി കഴിവാറായി പകലറ്റമടുത്തു, മാത്രനേരത്തിനുള്ളിൽ കൽപ്പന എഴുന്നള്ളാറായി. രാത്രി കഴിവാറായി പകലറ്റമടുത്തു, മാത്രനേരത്തിനുള്ളിൽ കൽപ്പന എഴുന്നള്ളാറായി. ധീരരെ ഉറങ്ങുകയോ, സിയോൻ യാത്രയിൽ മയങ്ങുകയോ. ധീരരെ ഉറങ്ങുകയോ, സിയോൻ യാത്രയിൽ മയങ്ങുകയോ. നാം ധീരരെ ഗമിച്ചിടുക, നാം ധീരരെ ഗമിച്ചിടുക. ഉണരുക സഭയെ, ഉയർത്തുക ശിരസേ, മണവാളൻ വരവേറ്റമടുത്തുപോയൊരുങ്ങിടുക. ഉണരുക സഭയെ, ഉയർത്തുക ശിരസേ, മണവാളൻ വരവേറ്റമടുത്തുപോയൊരുങ്ങിടുക. ഉണരുക സഭയെ, ഉയർത്തുക ശിരസേ, മണവാളൻ വരവേറ്റ